സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ? നമ്മൾ വളരെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മുടെ ഈ പറയുന്ന ബോച്ചയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ബോച്ച ഇപ്പോൾ എന്താണ്, ജയിലിലാണ്. എന്തായാലും ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ജാമ്യം ചിലപ്പം കിട്ടുമായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഭൂരിഭാഗവും നമുക്കറിയാം ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഈ ഹണി റോസിന്റെ വസ്ത്രം ശരിയല്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് 90% കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഒരു തരത്തിൽ ഞാൻ യോജിക്കുന്നു. അതായത് സ്ത്രീകൾ എന്ത് ചെയ്യണം, വസ്ത്രത്തിൽ മിതത്വം പാലിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രത്തിൽ എനിക്കൊരു വൾഗാരിറ്റിയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു വ്യക്തിയുടെ വസ്ത്രം അവരുടെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഹണി റോസ് അവരുടെ തൊഴിൽ രംഗം, അവരുടെ സിനിമാ നടിയാണ്, അവരൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങളിൽ ഒരിക്കലും അതൊരു വൾഗറാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടുമില്ല. ആവശ്യമാണ് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ, തോന്നാതിരുന്നിട്ടുണ്ടോ? എനിക്ക് തോന്നാതിരുന്നിട്ടുണ്ട്. എനിക്ക് അവരെ വസ്ത്രം കെട്ടൊന്നും തോന്നിയിട്ടില്ല. അവരുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് ആ ഡ്രസ്സ് നല്ല രീതിയിൽ ചേരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നടന്നു വരുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെല്ലാം നിറം മങ്ങി പോലെ, പ്രഭ മങ്ങി പോകുമ്പോൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള സ്ത്രീകൾ, അവരുടെ ചുറ്റും കൂടിയിരിക്കുന്ന സ്ത്രീകൾ അവരെ അസൂയോടുകൂടി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊരു അസൂയ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇവരെടുത്ത് വിരോധം എന്നുള്ളത്. അവരൊരു വൾഗറായിട്ടാണ്, തുണിയില്ലാതെ അല്ല വന്ന് പിന്നീട് ഈ വന്ന ആ സ്റ്റേജിൽ വന്ന് ഇനാഗ്രേഷന് വന്നത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനോടൊപ്പം ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് യോജിക്കുന്നത്. എന്ത് തുണി ഇട്ടുകൊണ്ട് എവിടെയും പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്ന് ഞാൻ ചെന്ന് വിമർശിക്കാൻ നമ്മുടെ മനസ്സിൽ പറയത്തേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ഹണി റോസ് അവരുടെ പിന്നീട് തൊഴിൽപരമായിട്ടും വളരെ മാന്യമായിട്ട് തന്നെയാണ് ഡ്രസ്സ് ഇട്ടത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനോടൊപ്പം ഈ പറയുന്ന നമ്മുടെ ബോച്ചെ അവരെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് അവരുടെ വസ്ത്രം കണ്ടല്ല, അവരുടെ ശരീരം കണ്ട. അതങ്ങനെ ഞരമ്പ് രോഗമാണ്. അത് ഈ ഹണി റോസിനെ അടുത്ത് മാത്രമല്ല, ഏത് പെൺകുട്ടിയെ കണ്ടാലും ആരെ കണ്ടാലും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതാണ് ആ പുള്ളിയുടെ ഒരു രീതി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ലൈവില് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അറിയാമല്ലോ, ഉണ്ണി ബാലകൃഷ്ണനുമായിട്ടുള്ള ഈ വിഷയമായി നടന്ന ഒരു ചർച്ചയ്ക്കിടെ വെറുതെ ചുമ്മാ കിടക്കുന്ന ആരെയാണ് ഈ പറയുന്നത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ വലിച്ചിട്ടുകൊണ്ട് അവനൊരു മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തി. സത്യമായി അത് കേട്ട് ഞെട്ടി. എന്തിനാണ് ആ സമയത്ത് ഈ പറയുന്ന പണ്ഡിറ്റിനെ വലിച്ചിട്ടതെന്ന് എനിക്കറിയത്തില്ല. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് ലോജിക്കലി ചില എതിരഭിപ്രായം എനിക്കുണ്ട്. അതൊക്കെ പോട്ടെ. എങ്കിൽ കൂടിയും ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ പറയുന്ന പുള്ളിക്ക് ഒരു മാനസിക രോഗിയാണെന്ന് പറയുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സംഭവം പുള്ളി എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, പോയില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു മോഡൽ, ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണായിരിക്കുന്ന ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ പണം ഉണ്ടല്ലോ, ഈ പണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് ബോബി ചെമ്മണ്ണൂരിനെ നിങ്ങൾക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ല. അതിനോട് ഞാൻ ചോദിച്ചു, അതിൻ്റെ ഇടയിൽ എന്തിനിടെ നീ ഈ പറയുന്ന വെറുതെ കിടക്കുന്ന ഈ സന്തോഷ് പണ്ഡിറ്റിനെ എടുത്തിട്ടത്? അതുപോലെ സന്തോഷ് പണ്ഡിറ്റിന് മാനസിക രോഗിയാണ്, അങ്ങനെ മാനസിക നില തെറ്റിക്കടന്ന് പറയണമെന്ന് പറയുന്നത് എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഈ പറയുന്ന പണ്ഡിറ്റ് പറയുന്ന പല കാര്യങ്ങളും ലോജിക്കലി എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. അത് നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ പറയുന്ന മാനസിക നില തെറ്റിയാണെന്ന് പറയാൻ നിങ്ങൾ ഈ പറയുന്ന ഈ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിൽ കയറി ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ വാർത്താ ചാനലിൽ കയറി ഇരുന്നുകൊണ്ട് ഒരാൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്, ഒരു തലയ്ക്ക് കിറുക്കാണെന്ന് പറയും. ആരാ നിങ്ങൾക്ക് ലൈസൻസ് എന്നത്? ആരല്ലെന്നത്? ഈ പറയുന്ന നമ്മുടെ ബോച്ചെ പറഞ്ഞതുപോലെ ബോച്ചയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ഒരു പെൺകൊച്ചിനെ കുറിച്ച്, അതുപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ട്. ഒരാളിനെ പറ്റി നിങ്ങൾ അയാൾക്ക് തലയ്ക്ക് വരട്ടാണെന്ന് പറയാൻ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് വളരെ മോശമാണ്. ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതിന് നമ്മുടെ
ആങ്കർ അടുത്തിരുന്ന ആങ്കർ ആരെ തടയിടുന്നുണ്ട്, പറയുന്നുണ്ട് ആ പുള്ളി എന്ത് ചെയ്യുന്നില്ല, ആരെ ഹർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പുള്ളിയുടെ കാര്യം നോക്കിയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മലയാളി ഹൗസ് എന്നുള്ള ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് മുതൽ അവിടെയാണ് ഈ രണ്ടുപേരും വന്നത്. ഈ മലയാളി ഹൗസിൽ കൂടിയാണ് ഈ പറയുന്ന ഈ രാഹുൽ ഈശ്വർ ആരെന്ന് എത്രയും ഈ രാഹുൽ ഈശ്വർ ഇവിടെ കിടന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ മറ്റന്നാണ് മറിച്ചതാണ് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യും കൊച്ചുകുട്ടികൾ വഴിതെറ്റി പോകുന്നൊക്കെ പറയുന്ന രാഹുൽ ഈശ്വർ ആ മലയാളി ഹൗസിൽ കിടന്ന ഒരു പെൺകുട്ടിയെ ബാക്കിലേ നമ്മളെ കുളിമുറിയിൽ പോലും കയറ്റാൻ അനുവദിക്കാതെ ബാക്കിലേ നടന്ന് ശല്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ പെണ്ണ് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടാണ്. അവിടെ ഈ പെൺകുട്ടികളുമായിട്ട് കിടന്ന് അഴിഞ്ഞാടുന്നത് കണ്ടതാണ്. അതേ മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. അവിടെ വെച്ചാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നൊരു മനുഷ്യനെ നമുക്ക് മനസ്സിലായില്ല. അതിനുശേഷം പുള്ളി ചെയ്യുന്ന ചാരിറ്റി എന്തോ ആയിക്കോട്ടെ, പുള്ളി ഇവരൊക്കെ ആരെ ഹെർട്ട് ചെയ്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. പുള്ളിയുടെ ഇതിൽ പറയുന്നു, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ താങ്കൾ ഇവിടെ വന്നിരുന്ന് മാനസിക രോഗി എന്ന് പറയുന്നത് എന്ത് യോഗ്യതയാണ് നമ്മളുള്ളത്, എന്ത് റൈറ്റ്സ് ആണ് താങ്കൾക്കുള്ളത്? വളരെ മോശമാണ്. അപ്പോൾ എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് ഇതിനൊരു മറുപടി എന്ന് വെച്ചാൽ ഒന്നൊന്നര മറുപടിയെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് മറുപടി കൊടുത്തിരിക്കുന്നത്. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എന്റെ പേര് ഉപയോഗിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിവേ, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അനാവശ്യമായിട്ട് എന്റെ പേര് വലിച്ചിടുകയും അവിടെ എനിക്ക് മാനസിക നില തെറ്റിയ ഒരാളാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പുള്ളി പറയുന്നു, മാനസിക നില തെറ്റിയ ഒരാളാണെന്ന് പറയണമെങ്കിൽ അയാളൊരു ഡോക്ടർ ആയിരിക്കണം, ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗമാണ് ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ നല്ല അണ്ണാക്കിലിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടുള്ള മറുപടി. കേൾക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ സന്തോഷ് വേണ്ടിയിട്ടൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛന്റെ അടുത്തുനിന്നോ അച്ഛന്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ മറുപടി. ഈ മറുപടി കേട്ട് സത്യം പറഞ്ഞാൽ ഇൻഡയറക്റ്റ് തന്തയ്ക്ക് വിളിക്കുന്നത്. നിങ്ങളുടെ തന്തയെ മാത്രമല്ല, തന്തയ്ക്ക് തന്ത. അതായത് ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കാര്യമുണ്ട്, ഒരു മനുഷ്യനെ ഒരു പ്രൂഫും ഇല്ലാതെ ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് മാനസിക നില തെറ്റിയ ഒരാളാണ്, അയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണ് എന്ന് ഒരു റിപ്പോർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സോഴ്സ് വേണം. അത് പറയണേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ഒരാൾക്ക് നമുക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം. എന്താണ്, നിങ്ങളുടെ തന്ത ഡോക്ടറെ ആയിരുന്നിരിക്കണം. കാരണം ഒരാൾക്ക് മാനസിക നില തെറ്റിയെന്ന് പറയുന്നത് ഞാനെന്ത് അതുമായിട്ട് ചികിത്സിക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ താങ്കളുടെ തന്ത ഡോക്ടർ ആയിരിക്കണം. ഇനി താങ്കളുടെ തന്ത ഡോക്ടറെ താങ്കളുടെ തന്തയുടെ തന്ത, അതായത് ഡയറക്റ്റ് അപ്പൂപ്പനെ വിളിക്കുക, തന്തയുടെ തന്ത ഡോക്ടർ ആയിരിക്കണം. ആ തന്ത, അതായത് നിങ്ങളുടെ അപ്പൂപ്പൻ ഡോക്ടർ ആയിരിക്കണം. അവരുടെ ഞാൻ ചികിത്സിക്കാൻ പോയി കാണും, അവർ താങ്കളുടെ തന്തയുടെ അടുത്ത് വന്നിട്ടുണ്ടാവണം, അവർ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് മറുപടി സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നത്. അത് ഒരു തെറ്റും തന്നെ പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഒരാളെ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇവന് മാനസിക നില തെറ്റിയ ഒരാളാണ്, ഇവൻ വായി തോന്നനെ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി ഇങ്ങനെ തന്നെയാണ് കൊടുത്തത്. തന്തയ്ക്ക് വിളിച്ച് തന്നെ കൊടുക്കണം. അതിന് സന്തോഷ് പണ്ഡിറ്റിനെ ഒന്നും കുറ്റം പറയാൻ ഒരു വകയും അതിനകത്തില്ല. അതുപോലെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തി, എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാത്തവനെന്ന് താങ്കൾ എന്തുകൊണ്ട് മുദ്ര കുത്തി, അതിനൊരു ക്ലാരിഫിക്കേഷൻ, അതിന് മറുപടി പറയണമെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ ഈ പറയുന്ന ബോച്ചയുടെ കാര്യം പറഞ്ഞു കൊണ്ടിരിക്കുക, വെറുതെ ഇരുന്ന ഒരു കാര്യവുമില്ലാതെ വെറുതെ പാവത്താനെ പോലെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇടയ്ക്ക് ഈ പുള്ളിയെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പുള്ളിയെ ഒരു പാട്ട് കേട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യ ഗാനം. അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരാളെ വെറുതെ ഒരു മാനസിക നില തെറ്റി പിന്നെ എന്താ ഭ്രാന്തനെന്ന് മുദ്ര വിളിക്കുന്നതിന് താങ്കൾ മാപ്പ് പറയണമെന്ന് ഞാൻ പറയുന്നത്.
ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ മാപ്പ് പറയണം. ഇത് ഇങ്ങനെ അറിയാതെ എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കുക എന്നിട്ട് മാപ്പ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് കൊടുത്ത മറുപടി കുറുക്കി കൊള്ളുന്ന മറുപടി തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയപ്പെടുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.